എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയമെന്ന് പറയുന്നത് മതങ്ങളെക്കുറിച്ചാണ്. മതങ്ങൾ അത് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ടോ? നമ്മൾ മതങ്ങൾ വഴി ആത്മീയതയിലേക്ക് എത്തുന്നുണ്ടോ? നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മതങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെറുപ്പം മുതലേ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ക്രിസ്തു മതമായിരിക്കാം, ഹിന്ദു മതമായിരിക്കാം, മുസ്ലിം, ഇസ്ലാം ആയിരിക്കാം, സിഖ് ആയിരിക്കാം, അങ്ങനെ പല മതവിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു മതങ്ങ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിലോട് ബിലോങ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു മതവിഭാഗത്തിന് നിലനിൽക്കുന്നത്? ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്തുത്തരമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക? എന്തുകൊണ്ടാണ് നമ്മളൊരു മതവിഭാഗത്തിൽ നിലനിൽക്കുന്നത്? നമ്മളൊരു മതവിഭാഗത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ ബൈ ബർത്ത് നമ്മൾ ആ ഒരു മതത്തിലേക്ക് വന്നു എന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ. നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ ആ ഒരു മതവിഭാഗത്തിലാണ്. നമ്മൾ ജനിക്കുന്നത് ആ ഒരു വ്യക്തിയായിട്ടാണ്. ക്രിസ്ത്യാനിയായിട്ടായിരിക്കാം, മുസ്ലിമായിട്ടായിരിക്കാം, ഹിന്ദുവായിട്ടായിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ സിഖായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജൈന മതക്കാരനായിട്ടായിരിക്കാം, ബുദ്ധമതക്കാരനായിട്ടായിരിക്കാം. ഇതൊന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, പക്ഷേ നമ്മൾ അതിലേക്ക് വരുന്നതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അല്ലേ, നമ്മളാരും പറഞ്ഞിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്, അത് അങ്ങനെ സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ ചില നിയമങ്ങൾ, ചട്ടക്കൂടുകളുണ്ട്. അപ്പം നമ്മളെല്ലാവരും അതിൻ്റെ ചില നിയമങ്ങളിലും ചട്ടക്കൂടുകളിലും ഒക്കെ നിന്നുകൊണ്ട് വളരുന്നവരാണ്. അപ്പം നമ്മളായിരിക്കുന്ന മതത്തിൻ്റെ കുറേ നിയമങ്ങളും ചട്ടക്കൂടുകളും ചില കഥകളും അതിൻ്റേതായ ഹോളി ബുക്കുകൾ ഒക്കെ നമ്മളത് പഠിക്കുന്നു, അതിനെക്കുറിച്ച് കുറേ പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു, മനനം ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണമെന്നൊക്കെ മറ്റുള്ളവർ നമ്മളോട് പറയുന്നു. അങ്ങനെ ഒത്തിരി നിയമങ്ങളെല്ലാം കണ്ട് നമ്മൾ വളരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ പൂർവികരും ഇതിനൊക്കെ പോകുന്നു, പ്രാർത്ഥനകൾക്ക് പോകുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ വളർന്നു വരുന്നു, നമ്മുടെ ബുദ്ധി വികസിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിൽ നിന്നും നമ്മുടെ ബുദ്ധി വികസിച്ചു, നമ്മൾ വീണ്ടും ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു മതവിഭാഗത്തിൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള അന്തസത്ത? നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യരായതുകൊണ്ട് തന്നെ, ദൈവം നമുക്ക് ചിന്തിക്കാനുള്ള ചിന്താശക്തി തന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയും ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ വ്യത്യസ്ത മതവിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പഠനങ്ങളിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ക്രിസ്തുവിൻ്റെ പാഠം എന്ന് പറയുന്നത് ക്ഷമിക്കുവാനുള്ള ഒരു പാഠമാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. സ്വന്തം ജീവിതത്തിലൂടെ, സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ അദ്ദേഹം ക്ഷമിക്കാനുള്ള ഒരു പാഠം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹിന്ദു മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവരും പറയുന്നത് മോക്ഷ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മോക്ഷം നേടുക എന്നുള്ളത് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഇതിൽ നിന്നും, മായകളിൽ നിന്നുമെല്ലാം മോക്ഷം നേടി ആത്മാവ് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ. നമ്മളിപ്പോൾ ബുദ്ധിസത്തിലേക്ക് നോക്കുകയാണെങ്കിലും ബുദ്ധനാണ് അതിൻ്റെ, അല്ലെങ്കിൽ സിദ്ധാർത്ഥ ബുദ്ധ, ഗൗതമ ബുദ്ധയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം തന്നെ നിർവ്വാണയിൽ എത്തിച്ചേരും. നിർവ്വാണ എന്ന അവസ്ഥയിൽ അദ്ദേഹം ഡിസയറിനെ എല്ലാം മാറ്റിവെച്ച്, ഡിസയർ ആണ് ദുഃഖത്തിന് കാരണമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ആ ഡിസയർ ഇല്ലാതെ ആകുന്നതിലൂടെ നിർവ്വാണ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വഴി പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ വ്യക്തികളെയും, ഓരോ മതത്തിൻ്റെ ആളുകളെയും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അവരെല്ലാവരും സ്വന്തം ഒരു സെൽഫ് റിയലൈസേഷനിൽ എത്തിയിരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്,
നമ്മൾ നമ്മുടെ മതങ്ങളിലൂടെ ഈ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളത്. മതത്തിൻ്റേതായിട്ടുള്ള നമ്മൾ മതത്തിൻ്റെ ഒരു കണ്ടുപിടിച്ച് ഒരു ഉപജ്ഞാതാവിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എത്രത്തോളം സെൽഫ് റിയലൈസ്ഡ് ആണ്, ഈ സെൽഫ് റിയലൈസ്ഡ് ആവുന്നത് വഴി നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ, അതാണ് വേറെ ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സെൽഫ് റിയലൈസ്ഡ് ആകുന്നു, നമ്മളെക്കുറിച്ച് തന്നെ അവെയർ ആകുന്നു, നമ്മൾ ലൈഫ് എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടറിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുചേരുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ഫീലിങ്ങുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ സെൽഫ് റിയലൈസ്ഡ് ആവുന്നത് വഴി നമുക്ക് മറ്റുള്ളവരെ കൂടെ മനസ്സിലാക്കാനും കൂടുതൽ എംപതിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കടന്നു വരാനായിട്ടും നമുക്ക് സാധിക്കുന്നു. ഇത് നമ്മെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ് വേറെ ഒരു ചോദ്യം. അപ്പോൾ മതങ്ങൾ ചില നിയമങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ അതൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു ചൂണ്ടുപലകയാണോ? എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണോ? നമുക്കൊന്ന് കണ്ണോടിക്കാം. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ആത്മീയത എന്ന് പറയും. ഇപ്പം നമ്മൾ ബുദ്ധൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ബുദ്ധൻ നിർവാണ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നുള്ളത്. അദ്ദേഹം ഒരു സെൽഫ് എൻക്വയറിയാണ് നടത്തിയത്. അദ്ദേഹം കണ്ടു തനിക്ക് ചുറ്റുമുള്ള ആളുകൾ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, കുറേ ദുഃഖമുള്ളതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആ ദുഃഖത്തിനുള്ള കാരണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം രാജകൊട്ടാരം വിട്ട് വർഷങ്ങളോളം ധ്യാനത്തിലിരുന്നു. സ്വന്തമായി തന്നെ ഭക്ഷണം കൊടുക്കാതെയും മറ്റുമൊക്കെ ശരീരത്തെ പലവിധ കാര്യങ്ങളിലൂടെ, അതായത് പലവിധ മുറകളിലൂടെ അദ്ദേഹം കടത്തിവിടുകയാണ് ധ്യാനത്തിലൂടെയും മറ്റും. അതിനുശേഷം അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഡിസയറാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ ഈ ഡിസയറിനെ ഇല്ലാതാക്കുമ്പോൾ വഴി എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നത് വഴി ഒരു മനുഷ്യന് പൂർണ്ണമായിട്ടുള്ള നിർവ്വാണയിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് എൻക്വയറിയിലൂടെ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്ഷമിക്കുന്നത് വഴിയാണ് മറ്റുള്ളവരുടെ അതിലേക്ക് എത്തിച്ചേരുവാൻ, മനസ്സിലുകളിലേക്ക് സ്ഥാനം പിടിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ക്രിസ്തു മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ആ ഒരു സന്തോഷത്തെ അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു സമാധാനവുമല്ലേ ഒരു യഥാർത്ഥ സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയത എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഈ ക്രിസ്തു അനുഭവിച്ചതും അല്ലെങ്കിൽ ബുദ്ധൻ അനുഭവിച്ചതുമായിട്ടുള്ള ആ ഒരു സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ വളർച്ചയുടെ പാതയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് റിലീജിയസ് പ്രാക്ടീസുകൾ കൊണ്ടു നടക്കുന്ന ആളുകൾ മാത്രമാണോ, അതോ ഈ യഥാർത്ഥമായ സമാധാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് തീരുന്നുണ്ടോ ഒരു സെൽഫ് എൻക്വയറിയിലൂടെ? അതാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് വഴി ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എൻ്റെ അനുഭവമായിരിക്കില്ല വേറൊരു വ്യക്തിക്ക്, അതുപോലെ ആയിരിക്കില്ല മൂന്നാമതൊരു വ്യക്തിക്ക്. അപ്പോൾ ഓരോ വ്യക്തികളും അവരവരുടേതായ രീതിയിൽ ഓരോ അനുഭവങ്ങളിലൂടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവിടെയെല്ലാം ഒരു ദൈവത്തിൻ്റെ അദൃശ്യകരമുണ്ട്, ഒരു ആത്മീയ സാന്നിധ്യമുണ്ട്. ആ ഒരു ആത്മീയ സാന്നിധ്യത്തെ നമ്മുടെ സെൽഫ് എൻക്വയറിയിലൂടെ നമ്മൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ആത്മീയ പാതയിലാണ്. അപ്പോൾ നമുക്ക് കൂടുതലായി നമ്മുടെ ആത്മീയ പാതകളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.